ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ UDF സർക്കാർ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തും. അതേസമയം അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് ജാജു ബാബുവിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് T. ആസിഫ് അലിയെയും നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭയിൽ കൈക്കൊണ്ട മറ്റൊരു സുപ്രധാന തീരുമാനമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച കേസിലെ പുനരന്വേഷണം. 2023 ഇടത് സർക്കാരിന്റെ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച വിവാദമായ രക്ഷാപ്രവർത്തനത്തിൽ പുനരന്വേഷണത്തിന് ആദ്യ ക്യാബിനറ്റിൽ ഉത്തരവാകുമ്പോൾ അത് UDF സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനം കൂടിയായി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായി. ഒന്നും മറക്കാൻ പറ്റുന്നതാണ്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. നവകേരള യാത്ര കടന്നുപോകുന്ന വഴിയിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കറുത്ത കൊടി കാണിച്ച പ്രവർത്തകരെ ഗൺമാൻമാരായ അനിൽകുമാറും സന്ദീപ് എസും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഗൺമാൻ ചെയ്ത രക്ഷാപ്രവർത്തനമെന്നായിരുന്നു പിണറായി വിജയൻ പലതവണ ആവർത്തിച്ച് ന്യായീകരിച്ചിരുന്നത്. മർദ്ദനമേറ്റ പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയും പിന്നീട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാളായ AD തോമസ് ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് MLA ആണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.